എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോണത് ക്ലാസ് 12th ഫിസിക്സിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന ചാപ്റ്ററിലെ എക്സസൈസ് 2.3 ആണ് ചെയ്യാൻ വേണ്ടി പോണത്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് എ സ്ഫെറിക്കൽ കണ്ടക്ടർ ഓഫ് റേഡിയസ് 12 സെന്റിമീറ്റർ ഹാസ് എ ചാർജ് ഓഫ് 1.6 into 10⁻⁻7 കൂളം ഡിസ്ട്രിബ്യൂട്ടഡ് യൂണിഫോംലി ഓൺ ഇറ്റ്സ് സർഫസ്. അതായത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ഒരു സ്ഫെറിക്കൽ കണ്ടക്ടർ ഉണ്ട്, അതായത് ഒരു സ്ഫിയർ ഉണ്ട്. സപ്പോസ് ഇതാണ് ആ സ്ഫിയർ എന്ന് വിചാരിക്കുക. ഈ സ്ഫിയറിന്റെ റേഡിയസ് നമുക്ക് തന്നിട്ടുണ്ട്. റേഡിയസ് എത്രയാണ്? 12 സെന്റിമീറ്റർ. റേഡിയസ് 12 സെന്റിമീറ്റർ ആണ്. അതില് പോസിറ്റീവ് ചാർജ് അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ് ഏതെങ്കിലും ഒരു ചാർജ് എന്ത് ചെയ്തിരിക്കുകയാണ്? യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെ ഇത് പോസിറ്റീവ് ആവാം അല്ലെങ്കിൽ നെഗറ്റീവ് ആവാം. ഇങ്ങനെ യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. എത്രയാണ് ചാർജ് പറഞ്ഞിട്ടുള്ളത്? 1.6 into 10⁻⁻7 കൂളം. 1.6 into 10⁻⁻7 കൂളം ചാർജാണ് അതിൽ യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. സോ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് വാട്ട് ഈസ് ദ ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ദ സ്ഫിയർ, ജസ്റ്റ് ഔട്ട്സൈഡ് ദ സ്ഫിയർ ആൻഡ് ജസ്റ്റ് ഔട്ട്സൈഡ് ദ സ്ഫിയർ അറ്റ് എ പോയിന്റ് 18 സെന്റിമീറ്റർ ഫ്രം സെന്റർ ഓഫ് സ്ഫിയർ. സോ ഇൻസൈഡ് ദ സ്ഫിയർ നമുക്കറിയാം, ഗോസ് ലോ പ്രകാരം നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഗോസ് ലോയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഗോസ് ലോ പ്രകാരം? ഒരു സ്ഫിയറിന്റെ, അതായത് ഒരു ക്ലോസ്ഡ് സർഫസ്, ഒരു ഗോഷ്യൻ സർഫസിന്റെ ഉള്ളിൽ ഉള്ള നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും? 0 ആയിരിക്കും എന്ന് നമ്മൾ ഗോസ് ലോയിൽ പഠിച്ചിട്ടുണ്ട്. സോ ഇതിന്റെ ആൻസർ എന്താണ്? 0 ആണ്. എ പാർട്ടിന്റെ ആൻസർ 0 ആണ്. ഗോസ് ലോ പ്രകാരമാണത്. ബൈ ഗോസ് ലോ ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് എ ക്ലോസ്ഡ് സർഫസ്, ഒരു ക്ലോസ്ഡ് സർഫസിന്റെ ഉള്ളിലുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഒരു ക്ലോസ്ഡ് സർഫസിന്റെ ഉള്ളിലുള്ള ഇലക്ട്രിക് ഫീൽഡ് 0 ആയിരിക്കും. സോ ഇതൊരു ക്ലോസ്ഡ് സർഫസ് തന്നെയാണ്. സ്ഫെറിക്കൽ എന്ന് പറയുമ്പോൾ സ്ഫിയർ ആണല്ലോ. അപ്പൊ സ്ഫിയർ എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് സർഫസ് തന്നെയാണ്. ഇതിന്റെ ഉൾഭാഗം എന്താണ്? ഉൾഭാഗത്തിൽ മെറ്റീരിയൽ ഒന്നും ഇല്ല, അത് പൊള്ളയാണ്. ഉൾഭാഗം പൊള്ളയാണ്. ആകെ പുറത്ത് ആ കവറിങ് മാത്രമേ ഉള്ളൂ. ഉൾഭാഗത്ത് ഒന്നുമില്ല, മെറ്റീരിയൽ ഒന്നുമില്ല. സോ ഒരു ഷെല്ലാണ് ഇത്. ശരിക്കും ഒരു സ്ഫിയർ അല്ല, ഒരു സ്ഫിറിക്കൽ ഷെല്ലാണ്. ഉള്ളിൽ ഒരു മെറ്റീരിയൽ ഒന്നുമില്ല. സോ ഇതിന്റെ ഉള്ളിലുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്ത് വരും? 0 എന്ന് നമുക്ക് വരും. ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് വിൽ ബി ഈക്വൽ ടു 0. ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് വിൽ ബി ഈക്വൽ ടു 0. സെക്കൻഡ് പാർട്ടിൽ പറഞ്ഞിട്ടുള്ളത് ജസ്റ്റ് ഔട്ട്സൈഡ് ദ സ്ഫിയർ എന്നാണ്. അതായത് ഇവിടെ ഒരു പോയിന്റ് നമ്മൾ ഇവിടെ ഇട്ട് ഔട്ട്സൈഡ് ആയിട്ട് നമ്മളൊരു പോയിന്റിനെ കൺസിഡർ ചെയ്തു. ഇത് സ്ഫിയറിന് ഔട്ട്സൈഡ് ആണ്. സോ ഈ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ആണ് ചോദിച്ചിട്ടുള്ളത്, ജസ്റ്റ് ഔട്ട്സൈഡ് ദ സ്ഫിയർ. സോ ഈ പോയിന്റ് ജസ്റ്റ് ഔട്ട്സൈഡ് ആണ്, സ്ഫിയറിന്റെ ജസ്റ്റ് ഔട്ട്സൈഡ് ആണ്. സോ ഈ ഡിസ്റ്റൻസ് അത്ര ഉണ്ടാവില്ല, അത്ര വലിയ ഡിസ്റ്റൻസ് ആവില്ല, ഭയങ്കര ചെറിയ ഡിസ്റ്റൻസ് ആവും. സോ ഈ സെന്റർ എന്ന് ഇതിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നിയർലി ഇതിന്റെ റേഡിയസിന് ഈക്വൽ ആവും. ഈ സ്ഫിയറിന്റെ റേഡിയസിന് ഈക്വൽ ആവും. സെന്ററിന് ഈ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ്, ഈ ഔട്ട്സൈഡ് ഉള്ള ഈ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ള പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ സ്ഫിയറിന്റെ റേഡിയസിന് ഈക്വൽ ആവും. സോ ബി പാർട്ടിൽ അതാണ് നമ്മൾ എഴുതേണ്ടത്. അതായത് ബി പാർട്ടില് സെന്ററിന്ന് ഈ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസിനെ ഞാൻ r ആയിട്ട് എടുത്തു, സ്മോൾ r. അത് എന്തിന് ഈക്വൽ ആവും? ക്യാപിറ്റൽ ആറിന് ഈക്വൽ ആവും. ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത് എന്താണ്? ഈ സ്ഫിയറിന്റെ റേഡിയസ് ആണ് ക്യാപിറ്റൽ ആർ. സ്മോൾ ആർ എന്ന് പറയുന്നത് നിയർലി ക്യാപിറ്റൽ ആറിന് ഈക്വൽ ആവും. സ്മോൾ ആർ എന്ന് പറയുന്നത് എന്താണ്? ഇതിന്റെ സെന്ററിന്, ഈ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ്, ഈ പോയിന്റിനെ പി എന്ന് വിളിച്ചാൽ ഈ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് സ്മോൾ ആർ എന്ന് പറയുന്നത്. സോ സ്മോൾ ആർ വിൽ ബി ഈക്വൽ ടു ക്യാപിറ്റൽ ആർ. സോ നമ്മള് ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റ് ഇതിൽ പഠിച്ചിട്ടുണ്ട്. ടോപ്പിക് എന്തായിരുന്നു? അതായത് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ
ചാർജ്ഡ് സ്ഫിയർ, യൂണിഫോംലി ചാർജ്ഡ് സ്ഫിയർ കാരണം ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് ആണ് നമ്മൾ ഇതിലെ ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റ് ടോപ്പിക്. അതിൽ നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ഔട്ട്സൈഡ് ദ സ്ഫിയർ എത്രയായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുക? ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ ഈസ് ഈക്വൽ ടു സിഗ്മ ആർ സ്ക്വയർ ഹോൾ ഡിവൈഡ് ബൈ ആർ സ്ക്വയർ എപ്സിലോൺ നോട്ട്. ഇതാണ് ഇക്വേഷൻ. വേർ സിഗ്മ എന്താണ്? സിഗ്മ എന്ന് പറയുന്നത് ചാർജ് ഡെൻസിറ്റി ആണ്. സിഗ്മ എന്ന് പറയുന്നത് എന്താണ്? ചാർജ് ഡെൻസിറ്റി ആണ്. ചാർജ് ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? ചാർജ് പെർ യൂണിറ്റ് ഏരിയ. ചാർജ് പെർ യൂണിറ്റ് ഏരിയ. സോ സിഗ്മ എന്ന് പറയുന്നത് ക്യൂ ബൈ എ ആണ്. ക്യൂ ബൈ എ, ചാർജ് പെർ യൂണിറ്റ് ഏരിയ. ടോട്ടൽ ചാർജ് ഡിസ്ട്രിബ്യൂട്ടഡ് എത്രയാണ്? ക്യൂ ആണ്. ഇതിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ടോട്ടൽ ചാർജ് ഹോൾ ഡിവൈഡ് ബൈ ടോട്ടൽ ഏരിയ, ഈ സ്ഫിയറിന്റെ ടോട്ടൽ ഏരിയ. അതാണ് എന്ത്? സിഗ്മ. സോ ഇത് നമ്മൾ ഈ സിഗ്മ ഇസ് ഈക്വൽ ടു ക്യൂ ബൈ എന്ന് പറയുന്ന ഇക്വേഷൻ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ എന്ത് വരും? ഈസ് ഈക്വൽ ടു ക്യൂ ആർ സ്ക്വയർ ഹോൾ ഡിവൈഡ് ബൈ എ ആർ സ്ക്വയർ എപ്സിലോൺ നോട്ട് എന്ന് വരും. എ ആർ സ്ക്വയർ ഇൻറ്റു എപ്സിലോൺ നോട്ട്. സോ ഇതിൽ നമ്മൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ശബ്ദം, സോ ഇതിൽ നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണ സമയത്ത് ഈസ് ഈക്വൽ ടു ക്യൂയുടെ വാല്യൂ എത്രയാണ്? 1.6 ഇൻറ്റു 10⁻⁻⁷ കൂളാം. സോ 1.6 ഇൻറ്റു 10⁻⁻7 ഇൻറ്റു ആർ എന്ന് പറയുന്നത് 12 സെന്റിമീറ്റർ ആണ്. സോ 12 ഇൻറ്റു 10⁻⁻2 the whole square whole divided by എ എന്ന് പറയുന്നത് ഏരിയ ആണ്, ഏരിയ ഓഫ് ദി സ്ഫിയർ. സോ ഏരിയ ഓഫ് ദി സ്ഫിയർ എന്താണ്? 4πr² ആണ്. സോ 4π ഇൻറ്റു ആർ എത്രയാണ്? റേഡിയസ് 12 ഇൻറ്റു 10⁻⁻2 the whole square ഇൻറ്റു എപ്സിലോൺ നോട്ട് എന്താണ്? അല്ല, ആർ സ്ക്വയർ എന്താണ്? ആർ സ്ക്വയർ എന്ന് പറയുന്നത് അതായത് ഇവിടെ സ്മോൾ ആർ എന്താണ്? സ്മോൾ ആർ എന്ന് പറയുന്നത് നമ്മുടെ പോയിന്റ്, ഔട്ട്സൈഡ് സ്ഫിയറിന്റെ പുറത്തുള്ള പോയിന്റ് സെന്റർ ഓഫ് ദി സ്ഫിയറിന് എത്ര ഡിസ്റ്റൻസ് ദൂരെയാണ് എന്നുള്ളതാണ്. സോ ഈ കേസിൽ നമ്മൾ പറഞ്ഞു ജസ്റ്റ് ഔട്ട്സൈഡ് ദ സ്ഫിയർ എന്ന് പറയുമ്പോൾ എന്താണ്? ജസ്റ്റ് ഔട്ട്സൈഡ് ദ സ്ഫിയർ ആണ്. സോ അവിടെ സ്മോൾ ആർ എന്തിന് ഈക്വൽ ആവും? നിയർലി നമ്മുടെ സ്ഫിയറിന്റെ റേഡിയസിന് ഈക്വൽ ആവും. സ്മോൾ ആർ എന്ന് പറയുന്നത് നിയർലി ആ നമ്മുടെ സ്ഫിയറിന്റെ റേഡിയസിന് ഈക്വൽ ആവും. സോ സ്ഫിയറിന്റെ റേഡിയസ് എത്രയാണ്? സ്ഫിയറിന്റെ റേഡിയസ് ഇത് തന്നെയാണ്, 12 ഇൻറ്റു 10⁻⁻2 the whole square ഇൻറ്റു എപ്സിലോൺ നോട്ട്. എപ്സിലോൺ നോട്ട് എന്താണ്? എപ്സിലോൺ നോട്ടിന്റെ വാല്യൂ എത്രയാണ്? 8.85 ഇൻറ്റു 10⁻⁻12. അതാണ് വാല്യൂ. സോ ഇവിടെ ഇതൊരു ക്യാൻസൽ ആയി പോകും. അപ്പൊ നമുക്ക് അവസാനം വാല്യൂ എത്ര കിട്ടും? നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടാ
10⁵ ന്യൂട്ടൺ പെർ കൂളം എന്നാണ് നമുക്ക് ആൻസർ കിട്ടുക. 10⁵ ന്യൂട്ടൺ പെർ കൂളം. സി പാർട്ടിൽ ചോദിച്ചിട്ടുള്ളത് ജസ്റ്റ് ഔട്ട്സൈഡ് ദ സ്ഫിയർ അറ്റ് എ പോയിന്റ് 18 സെന്റിമീറ്റർ ഫ്രം സെന്റർ ഓഫ് സ്ഫിയർ എന്നാണ്. ഇതും നമ്മൾ ബി പാർട്ടിൽ എന്താണോ ചെയ്തത് അതേ ഇക്വേഷൻ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. സ്ഫിയറിന്റെ ഔട്ട്സൈഡ്, ചാർജ്ഡ് സ്ഫിയറിന്റെ ഔട്ട്സൈഡ് ഉള്ള ഇലക്ട്രിക് ഫീൽഡ് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ആ ഇക്വേഷനാണ് ഓർമ്മ വയ്ക്കേണ്ടത്. അതായത് സിഗ്മ r²/r²ε0. അതേ ഇക്വേഷൻ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. കാരണം ഇവിടെ എന്ത് ചോദിച്ചിട്ടുള്ളത്? ഔട്ട്സൈഡ് ദ സ്ഫിയറിലുള്ള ഇലക്ട്രിക് ഫീൽഡ് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. ഒരു ഡിസ്റ്റൻസ് ആണ് തന്നിട്ടുള്ളത്. സ്ഫിയറിന്റെ സെന്ററിന് 18 സെന്റിമീറ്റർ ദൂരെയാണ് നമ്മുടെ പോയിന്റ് എന്നൊരു അഡീഷണൽ ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. അതാണ് ആകെയുള്ള ഡിഫറൻസ് ബി ചോദ്യമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. സോ നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? ഇലക്ട്രിക് ഫീൽഡ് ഔട്ട്സൈഡ് ആൻഡ് ചാർജ്ഡ് യൂണിഫോംലി ചാർജ്ഡ് സ്ഫിയറിന്റെ ഈസ് ഈക്വൽ ടു സിഗ്മ r² ഹോൾ ഡിവൈഡഡ് ബൈ r²ε0. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. സോ ഇവിടെ എന്താണ് സിഗ്മ? സിഗ്മ എന്ന് പറയുന്നത് ചാർജ് ഡെൻസിറ്റി ആണ്. ആർ എന്ന് പറയുന്നത് നമ്മുടെ റേഡിയസ് ഓഫ് സ്ഫിയർ. സ്മോൾ ആർ എന്ന് പറയുന്നത് എന്താണ്? അതായത് സെന്റർ ഓഫ് ദി സ്ഫിയറിന് നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് അല്ലെ, അതാണ് സ്മോൾ ആർ. എപ്സിലോൺ എന്ന് പറയുന്നത് എന്താണ്? പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. സോ ഇതിൽ നമ്മുടെ സിഗ്മ എന്താണ്? ഇതിനെ നമ്മൾ ഒന്നുകൂടി റീറൈറ്റ് ചെയ്ത് എഴുതിയാൽ സിഗ്മ എന്ന് പറയുന്നത് Q/A ആണ് അല്ലെ. സോ Q r² ഹോൾ ഡിവൈഡഡ് ബൈ A r² ε0 എന്ന് വരും അല്ലെ. A r² ε0 എന്ന് വരും. ഇതിൽ നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ Q എത്രയാണ്? Q 1.6 into 10⁻⁻⁷ കൂളം ഇൻറ്റു ആർ എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് സ്ഫിയർ ആണ്. ദാറ്റ് ഈസ് 12 സെന്റിമീറ്റർ. സോ 12 അതിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്താൽ എത്ര വരും? ഇൻറ്റു 10⁻⁻² അല്ലെ. -2 ദ ഹോൾ സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ എന്ത് വരും? എ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ദി സ്ഫിയർ ആണ്. സോ ഏരിയ ഓഫ് ദി സ്ഫിയറിന്റെ ഇക്വേഷൻ എന്താണ്? 4πr². സോ 4π ഇൻറ്റു ആർ എന്താണ്? റേഡിയസ് ഓഫ് സ്ഫിയർ. സോ അത് എത്ര തന്നെയാണ്? 12 ഇൻറ്റു 10⁻⁻² ഇൻറ്റു 10⁻⁻² ദ ഹോൾ സ്ക്വയർ ഇൻറ്റു സ്മോൾ ആർ എന്താണ്? സ്മോൾ ആർ എന്ന് പറയുന്നത് സെന്റർ ഓഫ് ദി സ്ഫിയറിന് നമ്മുടെ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് സ്മോൾ ആർ. സോ അത് എത്രയാണ്? 18 സെന്റിമീറ്റർ. സോ 18 ഇൻറ്റു 10⁻⁻² ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ε0 എന്താണ്? 8.85 ഇൻറ്റു 10⁻⁻12. ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എന്ത് ചെയ്ത് പോകും? ക്യാൻസൽ ചെയ്ത് പോകും. ഇതും ക്യാൻസൽ ചെയ്ത് പോകും. ഇത് ചെയ്ത് കഴിഞ്ഞാൽ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ വരാം 443 അല്ല, 4.43 ഇൻറ്റു 10⁻⁴. ഇലക്ട്രിക് ഫീൽഡിന്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ പെർ കൂളം. ഇതാണ് നമുക്ക് എന്ത് കിട്ടുക? ആൻസർ കിട്ടുക. സോ എല്ലാവർക്കും എക്സസൈസ് 2.3 എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കണം. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. സംശയങ്ങളൊന്നും ഇല്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ്.